Good morning all. Welcome to the class after a long break. So in last class, if you remember, we had discussed about the meaning of listing and basically the advantages of listing. So today we are going to discuss the further aspects regarding listing. Basically the listing requirements, what are the procedures to be followed, or what all are the basic requirements so that listing can be done by a company in a stock exchange. And later we will see the essential checklist or the informations which are to be furnished by a company so that listing can be done, and we will also discuss about the drawbacks of listing. Okay, so I hope you all are with me. I hope you have seen the previous videos. So let's go and see the first slide. So the listing requirements. So there are certain things which the company has to do so that it gets listed or enrolled in the official list of the stock exchange. Okay, so എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ കാണുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് ആണ്. എനിക്ക് ടെക്സ്റ്റിലെ പോയിന്റ്സ് മിസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഐ ഡോണ്ട് നോ വെദർ യു ആർ റീഡിങ് യുവർ ടെക്സ്റ്റ് ബുക്സ്. If not, please make sure that you are making an attempt to read. Okay, so the listing requirements എന്ന് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് the company has to file an application with the concerned stock exchange. ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ കമ്പനിക്ക് ലിസ്റ്റിംഗ് നടത്തേണ്ടത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനി ഹാസ് ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ. നമ്മൾ നോർമലി നിങ്ങളൊരു കോളേജ് അഡ്മിഷൻ്റെ ഒക്കെ കേസ് പോലെ തന്നെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെയും കമ്പനിക്ക് ഒഫീഷ്യൽ ലിസ്റ്റിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യേണ്ടത് അല്ലേ. സോ കമ്പനി ഹാസ് ടു മേക്ക് ആൻ ആപ്ലിക്കേഷൻ, കമ്പനി ഹാസ് ടു ഫയൽ ആൻ ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോൾ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി ഫയൽഡ് ബിഫോർ ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്രോസ്പെക്ടസ് എന്താണെന്നൊക്കെ എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറേ ടേംസ്, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കുറേ ടേംസ് നിങ്ങൾ ഇവിടെയും കാണുന്നുണ്ട്. ലൈക്ക് പ്രോസ്പെക്ടസ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്നൊക്കെയുള്ള കുറേ ടേംസ് നമ്മൾ ഈ ഒരു ഡിസ്കഷനിലും വരുന്നുണ്ട്. സോ പ്രോസ്പെക്ടസ് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻ്റ് അല്ലേ. നമുക്ക് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ഇൻക്ലൂഡ് ഓൾ ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പബ്ലിക് ഇഷ്യൂ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഫയൽഡ് വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്മീഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്മീഷനിൽ ഒരു കമ്പനി പ്രോസ്പെക്ടസ് ഫയൽ ചെയ്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ മുൻപാകെ ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ കമ്പനിക്ക് ഇഷ്യൂ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. സോ അതിനു മുൻപേ തന്നെ വേണം എന്ത് നടത്താനായിട്ട്, ദിസ് ഫയലിംഗ് വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാസ് ടു ഹാപ്പൻ even before the issue of prospectus with the registrar of companies. Okay, so adana first point that you have to remember. And secondly, the second point is once the application is filed with the stock exchange, second thing is to get ദ അപ്രൂവൽ അല്ലേ. ആ ഒരു ആപ്ലിക്കേഷനുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കിട്ടണം, കമ്പനിക്ക് കിട്ടണം. സോ ഇറ്റ് ഹാസ് ടു ഗെറ്റ് ആൻ അപ്രൂവൽ ഫ്രം ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിഗാർഡിംഗ് ദ ആപ്ലിക്കേഷൻ ഓർ റിഗാർഡിംഗ് ദ ലിസ്റ്റിംഗ് പ്രൊസീജിയർ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതും ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ബിഫോർ ദ പബ്ലിക് ഇഷ്യൂ. ആൻഡ് നെക്സ്റ്റ്ലി ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് അപ്രൂവലും കിട്ടിക്കഴിഞ്ഞാൽ ദ കമ്പനി ഹാസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് abiding by all the rules and regulations which are being സ്റ്റിപ്പുലേറ്റഡ്. എന്തൊക്കെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ആരൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ സെബിയോ കമ്പനീസ് ആക്ട് പ്രകാരമോ ഒരു കമ്പനി ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് കമ്പനി എന്നുള്ളത് കമ്പനി ഉറപ്പുവരുത്തുക. സോ അതാണ് തേർഡ് തിങ്. അത് കുറച്ച് നേരത്തേക്ക് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്, ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ലിസ്റ്റിങ്ങിന് മുൻപും ലിസ്റ്റിങ്ങിൻ്റെ സമയത്തും ലിസ്റ്റിങ്ങിന് ശേഷവും ഒക്കെ ഈ പറയുന്ന എല്ലാ ടൈംലി ആയിട്ട് വരുന്ന ഓരോ റെഗുലേഷൻസിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ ദ കമ്പനി ഹാസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഫോളോയിങ് ഈച്ച് ആൻഡ് എവറി റെഗുലേഷൻ. ഓക്കെ, and nextly there has to be an undertaking from the part of the company that it will take care of all these services or it will offer some services. കുറേ സർവീസസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തോളാം, കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്തോളാം എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് കമ്പനിയുടെ സൈഡിൽ നിന്നുണ്ടാവണം. സോ ഇറ്റ് ഈസ് എൻ അണ്ടർടേക്കിംഗ് ബീയിങ് ഗിവൺ ബൈ ദ കമ്പനി ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ആ ഒരു ഈ പറയുന്ന വൈറ്റ് പോർഷൻസിൽ നമ്മൾ കാണുക. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഫെസിലിറ്റീസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്,
ഷെയർ ട്രാൻസ്ഫറിന്, ഷെയർ രജിസ്ട്രേഷന്, പിന്നെ നിങ്ങൾ ടെക്സ്റ്റിൽ കാണും സബ് ഡിവിഷൻ ഓഫ് ഷെയർസ്, കൺസോളിഡേഷൻ ഓഫ് ഷെയർസ് എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ ഇൻട്രിക്കസീസിലോട്ടൊന്നും നിങ്ങൾ പോകേണ്ടത് ഇല്ല. സബ് ഡിവിഷൻ, കൺസോളിഡേഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി പഠിക്കുന്നതൊക്കെ ആയിട്ടുള്ള പോർഷൻസാണ്. എന്താ പറയുക, കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഷെയറിനെ കൺസോളിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അർത്ഥം നമ്പർ ഓഫ് ഷെയർസ് കുറഞ്ഞ് ഷെയറിൻ്റെ വാല്യൂ പെർ യൂണിറ്റ് പ്രൈസ് കൂടുന്നതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുക. സബ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടും, നമ്പർ ഓഫ് ഷെയർസ് കൂടുകയും അപ്പോൾ ഷെയർ പ്രൈസ് കുറയുകയും ചെയ്യും, അതിനെയാണ് സബ് ഡിവിഷൻ എന്ന് പറയുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് അണ്ടർടേക്കിംഗ് എന്ന് പറയുക. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, സബ് ഡിവിഷൻ, ദെൻ കൺസോളിഡേഷൻ, അതിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഈസ് ഈ പറയുന്ന കമ്പനി ഇറ്റ് ഹാസ് ടു ഗീവ് എ നോട്ടീസ് ഓർ ഇറ്റ് ഹാസ് ടു ഗീവ് ടൈംലി ആൻഡ് പ്രോപ്പർ നോട്ടീസ് റിഗാർഡിംഗ് ബുക്ക് ക്ലോഷർ, ട്രാൻസ്ഫർ വിത്ത് ഡേറ്റ്സ്. ഓക്കെ, സോ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഓരോ അക്കൗണ്ട്സും ബുക്സും ക്ലോസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഷെയർ ട്രാൻസ്ഫറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഡേറ്റ്സ് സഹിതമുള്ള നോട്ടീസ് കമ്പനി പ്രോപ്പർ നോട്ടീസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം കമ്പനി. Then the company has to forward copies of financial statements and then forward the copies to the exchange, stock exchange ഫോർവേഡ് ചെയ്യണം. എന്തിൻ്റെ കോപ്പീസ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പീസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നിങ്ങൾക്കറിയാം, ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടല്ലേ. സോ അതിൻ്റെ എല്ലാം കോപ്പീസ് 6 കോപ്പി എന്നുള്ളതാണ് ഇവർ പറയുക. സോ 6 കോപ്പീസ് വെച്ചിട്ട് ആർക്ക് ഫോർവേഡ് ചെയ്യുക? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഫോർവേഡ് ചെയ്യുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിഗാർഡിങ് ദ ഫയലിംഗ്. സോ ഈ പറയുന്ന ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർവേഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഒരു ക്വാർട്ടർലി ബേസിസിൽ ഓരോ ക്വാർട്ടർലി ഫിനാൻഷ്യൽ റിസൾട്ട്സും ഷെയർ ഹോൾഡിംഗ് എന്താണ് എന്നുള്ളതും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇറ്റ് ഹാസ് ടു ബി ഫയൽഡ്, ദ ഇൻഫർമേഷൻ ഹാസ് ടു ബി ഫയൽഡ് വിത്ത് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് regarding the financial results and also shareholding on a quarterly basis. Okay, quarter എന്ന് പറയുമ്പോൾ നമുക്കറിയാം every 3 months. ഒരു ഇയർ എന്ന് പറയുമ്പോൾ 4 ക്വാർട്ടർ ഉണ്ട്. every 3 months constitute a quarter അല്ലേ. അടുത്തതെന്ന് പറയുന്നത് കംപ്ലൈൻ വിത്ത് ദ കണ്ടീഷൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പനി ഫോളോ ചെയ്യേണ്ട കുറേയേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒരു സ്ട്രക്ചർ ഓഫ് ഫംഗ്ഷനിങ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുക. ഗവേണൻസിൻ്റെ അല്ലെങ്കിൽ ഫംഗ്ഷനിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറാണ്. സോ അതനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. ലാസ്റ്റ് വൺ ഈസ് ഇൻറ്റിമേറ്റിംഗ് ദ എക്സ്ചേഞ്ച് റിഗാർഡിംഗ് ഹാപ്പനിങ്സ് വിച്ച് മേ ഇമ്പാക്ട് ദ ഷെയർ പ്രൈസസ്. കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ചെറിയ ന്യൂസ് പോലും അല്ലെങ്കിൽ ഒരു മെർജറിൻ്റെ ന്യൂസ് ആവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പാർട്ട്ണർഷിപ്പിൻ്റെ ന്യൂസ് ആവാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മെർജർ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ എടുത്തു. മേ ബി ഒരു ടേക്ക് ഓവറിൻ്റെ ന്യൂസ് ആവാം, അല്ലെങ്കിൽ മെർജറിൻ്റെ ആവാം, ഇനി ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ആവാം, ഒരു പുതിയ പ്രോഡക്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആവാം. സോ അങ്ങനെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഇൻഫർമേഷനും ഈ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം കമ്പനിയുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസിനെയും ഫിനാൻഷ്യൽ പെർഫോമൻസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതനുസരിച്ചിട്ട് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസസ് അല്ലെങ്കിൽ ഷെയർ പ്രൈസസ് വേരി ചെയ്യുന്നുണ്ട് അല്ലേ. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതാണ് ഈ ചലനങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. സോ അതുപോലെ കമ്പനിക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു ബി ഇൻറ്റിമേറ്റഡ് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ലി ടു ഇമ്പാക്ട് ഓർ വിച്ച് ഈസ് ലൈക്ലി ടു ഇൻഫ്ലുവൻസ് ദ ഷെയർ പ്രൈസസ്. ഓക്കെ, സോ ഈ 6 പോയിൻറ്റ്സ് ആണ്, 6 ഈ 6 പോയിൻറ്റ്സ് ആണ് അണ്ടർടേക്കിങ്ങിൽ ഉൾപ്പെടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തോളാമെന്നാണ് അണ്ടർടേക്ക് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡിപ്പോസിറ്റിംഗ്. ഈ കമ്പനി ഒരു 1% ഓഫ് ദി ഇഷ്യൂ എമൗണ്ട്, എത്രയാണോ ഇഷ്യൂ പ്രൈസ് അതിൻ്റെ 1% സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കണം. ഈ പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കംപ്ലയിൻസ് ഒക്കെ സെറ്റിൽ ചെയ്യണമെങ്കിലോ ഒക്കെ കമ്പനിക്ക് ഈ തുക നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈ തുക എടുക്കാനായിട്ടുള്ള അവകാശം സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുണ്ട്. ഓക്കെ, സോ ആസ് ഓഫ് നൗ ഒരു 1% ഓഫ് ദ ഇഷ്യൂ പ്രൈസ് ഡിപ്പോസിറ്റ് ചെയ്യണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഓർക്കുക. അത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു വിനിയോഗിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുണ്ട് എന്നും കൂടി ഓർക്കുക. ഓക്കെ,
ദെൻ ഇതിനെല്ലാം ശേഷം ഒരു ഇഷ്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 15 ഡേയ്സിനുള്ളിൽ അലോട്ട്മെൻറ്റ് നടന്നിരിക്കണം. ആ ഒരു ഓർഡർ ഓഫ് അലോട്ട്മെൻ്റ് ഒക്കെ 15 ഡേയ്സിനുള്ളിൽ പ്രിപ്പയർ ചെയ്തിരിക്കണം. സെബി പറയുന്നതാണെങ്കിൽ 7 ഡേയ്സിനുള്ളിൽ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടന്നിരിക്കണമെന്നാണ് സെബി അറിയിക്കുക. സോ സെബിയുടെ ഒരു എന്താ പറയുക റെഗുലേഷൻ അതെല്ലാം ലിസ്റ്റിംഗ് പ്രകാരം ഒരു കമ്പനി ഫോളോ ചെയ്യേണ്ടതാണ്. ആൻഡ് ഓൾസോ ഒരു ഫൈനൽ പോയിൻ്റായിട്ട് പറയാവുന്നത് കമ്പനി ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അല്ലെങ്കിൽ സെബി നിർദ്ദേശിക്കുന്ന പ്രകാരം ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഒരു ഇഷ്യൂ സൈസും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ഒക്കെ ഉണ്ട്. ഒരു കമ്പനിയുടെ ഇഷ്യൂ സൈസ് എത്രയായിരിക്കണം, എത്ര എമൗണ്ട് ആണ് ഇഷ്യൂവിന് വേണ്ടിയിട്ട് എന്താ പറയുക ബേസ് എമൗണ്ട് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ബേസ് ഇഷ്യൂ സൈസ് എന്ന് പറയാം. സോ ആ ബേസ് ഇഷ്യൂ സൈസ് എന്തായിരിക്കണം എന്നുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെബിയുടെ നിർദ്ദേശപ്രകാരം ഫിക്സ് ചെയ്യുന്നത് ഫോളോ ചെയ്യാനായിട്ട് ഓരോ കമ്പനിക്കും ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മാർക്കറ്റ് വർത്ത് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക കമ്പനിയുടെ ഷെയർസിൻ്റെ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ദ ഷെയർസ് ബേസ്ഡ് ഓൺ ദ കറൻറ്റ് പ്രൈസസ്. ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് ടോട്ടൽ വാല്യൂ ഓഫ് ഷെയർസ് എത്രയാണ് കമ്പനിയുടെ എന്നുള്ളത്. അപ്പോൾ സോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇത്രയായിരിക്കണം, ബേസ് ഇഷ്യൂ സൈസ് ഇത്രയായിരിക്കണം എന്നൊക്കെയുള്ള കമ്പനി ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കമ്പനി തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിർദ്ദേശിക്കുന്ന പ്രകാരം സെബിയുടെ നിർദ്ദേശപ്രകാരം ഫോളോ ചെയ്യേണ്ട ഇഷ്യൂ സൈസിനെ കുറിച്ചും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ കുറിച്ചുമുള്ള കാര്യങ്ങളൊക്കെ കമ്പനി ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ റിക്വയർഡ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ പോയിന്റ്സ് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫേർണിഷ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഒരു കമ്പനി ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മാർക്ക് ലിസ്റ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, 10th ഉണ്ട്, 12th ഉണ്ട്, ദെൻ NSS NCC ഉണ്ടെങ്കിൽ അതിൻ്റെ ഉണ്ട്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഓൾ ദാറ്റ് അല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ കൊടുക്കും. സോ അതുപോലെയുള്ള കുറേ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യമാണ് ഇത് പറയുക. ഇൻ ഓർഡർ ടു ഗെറ്റ് ലിസ്റ്റിംഗ് ഡൺ, മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതൊക്കെ എന്താണെന്ന് ഓർക്കണുണ്ടോ? മെമ്മോറാണ്ടമും ആർട്ടിക്കിളും ഒക്കെ. സോ ബോത്ത് ആർ ലീഗൽ ഡോക്യുമെൻറ്റ്സ് അല്ലേ. മെമ്മോറാണ്ടം ഒരു ലീഗൽ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു ചാർട്ടർ എന്നൊക്കെ നമുക്ക് പറയാം. എപ്പോഴും അത് പ്രിപ്പയർ ചെയ്യുക. മെമ്മോറാണ്ടം ഓർക്കുന്നുണ്ടോ? എപ്പോഴായിരുന്നു? ഡ്യൂറിങ് ദ ഫോർമേഷൻ അല്ലേ, രജിസ്ട്രേഷൻ്റെ സമയത്ത്, ഫോർമേഷൻ ഓഫ് ദ കമ്പനിയുടെ സമയത്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ടത്. മെയിൻലി അതിനകത്ത് വരുന്നത് ഇറ്റ് ഡിഫൈൻസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഷെയർ ഹോൾഡേഴ്സ്. എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ലയബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വരും. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈസ് അഗെയിൻ ഇറ്റ്സ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. അതിലെന്തൊക്കെയാണ് ഉണ്ടാവുക? മെയിൻലി ഇറ്റ് ഹാസ് റെഗുലേഷൻസ് ഫോർ ദ ഓപ്പറേഷൻ, കമ്പനിയുടെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവുക. ദെൻ പ്രോസ്പെക്ടസ്, നമ്മൾ പറഞ്ഞല്ലോ പ്രോസ്പെക്ടസ് കൊടുക്കണം. ബാലൻസ് ഷീറ്റ് ഓർ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഫർണിഷ് ചെയ്യണം. ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഇഷ്യൂ ആൻഡ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഷെയർസും അതോടൊപ്പം തന്നെ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് അത് കൊടുക്കുക. ദെൻ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് ബോണസ് ആൻഡ് ഡിവിഡൻസ്, ബോണസും ഡിവിഡൻറ്റും ഒക്കെ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ, അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്. കമ്പനിയുടെ ഒരു ഹിസ്റ്ററി കൊടുക്കണം. അണ്ടർടേക്കിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർടേക്കിംഗ് റിഗാർഡിംഗ് ദ കംപ്ലയൻസ്, സെബിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചും കമ്പനീസ് ആക്ട് പ്രകാരവും ഒക്കെയുള്ള എല്ലാ റെഗുലേഷൻസും ഫോളോ ചെയ്തോളാം എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് വേണം. ദെൻ ദ ലിസ്റ്റ് ഓഫ് ഹയസ്റ്റ് 10 ഷെയർ ഹോൾഡേഴ്സ് ഇൻ ഈച്ച് ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ്, ഓരോ കാറ്റഗറി ഓഫ് സെക്യൂരിറ്റീസിലെ ഹയസ്റ്റ് 10 ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ് കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുണ്ടാവേണ്ടത്, ലിസ്റ്റിങ്ങിന് മുൻപ്, ലിസ്റ്റിങ്ങിന് വേണ്ടി ഒരു കമ്പനി ഫർണിഷ് ചെയ്യേണ്ടതായിട്ട് വരിക ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് ഇൻ പ്രീവിയസ് ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു, നിങ്ങൾ പഠിച്ചോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ദ ബെനിഫിറ്റ്സ് ഓഫ് ലിസ്റ്റിംഗ്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുക ഡ്രോബാക്സ് ഓർ ഡീമെറിറ്റ്സ് ഓഫ് ലിസ്റ്റിംഗ്. സോ ഡ്രോബാക്സ് ഓർ ഡീമെറിറ്റ്സ് ഓഫ് ലിസ്റ്റിംഗ്, അങ്ങനെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാമെന്നറിയില്ല, പക്ഷേ എന്നാൽ പോലും ഒരു കമ്പനിയുടെ പെർവ്യൂവിൽ ചിന്തിച്ചാൽ ഇതൊക്കെ വേണമെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താ, കമ്പനി നമ്മൾ പറഞ്ഞ് കുറേ അണ്ടർടേക്കിംഗ് വേണം, കമ്പനി അത് ഫോളോ ചെയ്യണം, ഇത് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. സോ നിങ്ങൾക്കൊക്കെ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴുള്ള ആദ്യത്തെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത് അതല്ലേ, ദൈവം എന്തൊക്കെ റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ളതല്ലേ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം. സോ അതുപോലെ തന്നെയാണ് ഇവിടെയും എന്തൊക്കെയൊക്കെ ഫോളോ ചെയ്യുക, സെബി പറയുന്നത് നോക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോക്കണം, കമ്പനീസ് ആക്ടിൻ്റെ നോക്കണം. സോ ഈ പറയുന്ന എല്ലാ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യുക, ടൈംലി ആയിട്ട് അത് അബൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ തലവേദന, ആദ്യത്തെ ഡ്രോബാക്ക് എന്ന് പറയാവുന്നത്. ഓക്കെ, ആസ് ഫാർ ആസ് ദ കമ്പനി ഈസ് കൺസേൺ. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ,
കമ്പനി ഈ പറഞ്ഞ പോലെ കുറേ ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട് അല്ലേ, കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഷെയർ ഹോൾഡിങ്സിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ ക്യാപിറ്റലൈസേഷൻ, മാർക്കറ്റ് ഇഷ്യൂ, സൈസ് എല്ലാം കൊടുക്കുക. ടൈംലി ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുക്കണം. അതോടൊപ്പം നമ്മൾ പറഞ്ഞു ഇറ്റ് ഹാസ് ടു ഗീവ് ഇൻഫർമേഷൻ റിഗാർഡിങ് എന്താ പറഞ്ഞേ, ഇഫ് അറ്റ് ഓൾ ദർ ഈസ് എനിത്തിങ് ഹാപ്പനിങ് വിച്ച് മേ ഇമ്പാക്ട് ദ ഷെയർ പ്രൈസസ് അല്ലേ. സോ ഷെയർ പ്രൈസസിനെ ഇമ്പാക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയണം. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുക എന്നുള്ളതൊരു നെസസിറ്റി ആയതുകൊണ്ട് അത് കമ്പനിക്ക് ഒരു ചെറിയ തലവേദനയാണ്. കാരണം ഇത് ദ കോമ്പറ്റീറ്റേഴ്സ് ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് ഇൻഫർമേഷൻ അല്ലേ. സോ അതുകൊണ്ട് കമ്പനിക്ക് അതൊരു ചെറിയ ഡ്രോബാക്ക് ആണ്, ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുവാണല്ലോ എന്നുള്ളത്. ദെൻ ചാൻസസ് ഫോർ സ്പെക്കുലേഷനും ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾ 12th പഠിച്ചു എന്ന് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, എന്ത് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി ആണെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എൻഗേജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ടു മേക്ക് പ്രോഫിറ്റ്. ഓക്കെ, ഇൻ ഓർഡർ ടു ഗെയിൻ പ്രോഫിറ്റ് എന്താ പറയുക, ദ മെമ്പേഴ്സ് ആർ എൻഗേജ്ഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻ. സോ അതിനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുക. സോ ചാൻസസ് ഓഫ് സ്പെക്കുലേഷൻ ഉണ്ട് ലിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ. അതെങ്ങനെയാണ്? ലിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഡിസ്ക്ലോഷർ ഉണ്ട്, ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. സോ ലിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഡിസ്ക്ലോഷർ ഉണ്ടെങ്കിൽ സ്പെക്കുലേഷനും ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നത് കൊണ്ട് അവിടെ വേണമെങ്കിൽ ഒരു സ്പെക്കുലേഷൻ, ഓക്കെ ഇങ്ങനെ ചെയ്താൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് കരുതി ഓരോന്ന് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ദ ഫൈനൽ വൺ ഈസ് എക്സ്പെൻഡിച്ചർ റിഗാർഡിംഗ് ലിസ്റ്റിംഗ്. സോ നമുക്കറിയാവുന്ന പോലെ നോർമലി ലിസ്റ്റിംഗുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാകും. പബ്ലിക് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടും ലിസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ എക്സ്പെൻഡിച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട് കമ്പനിക്ക്. സോ അതാണ് അടുത്ത